ഹലോ, നമസ്കാരം. എന്താണ് എല്ലാവരുടെയും വിശേഷം? നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് 2023-2024 വന്നു. നിർമ്മലാ സീതാരാമൻ ഒരു വലിയ പ്രസംഗത്തിൽ തന്നെ ഇന്നലത്തെ ബഡ്ജറ്റ് പാർലമെന്ററി സെഷൻ അവസാനിപ്പിക്കുകയുണ്ടായി. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? എന്തൊക്കെ അതിൽ നിന്ന് മനസ്സിലായി കാണുമെന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. അതായത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ഞാൻ പോലും 2-3 വർഷം മുമ്പ് ഈ ബഡ്ജറ്റിനെ, ഒരു 5 വർഷം മുമ്പ് ഞാൻ ഈ ബഡ്ജറ്റിനെ അത്ര സീരിയസ് ആയി കാണാത്ത ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഇന്ന് ബഡ്ജറ്റിന്റെ ഫുൾ ടൈം ഇരുന്ന് വ്യൂ ചെയ്യാനും അതിലത്തെ ഓരോ പോയിന്റ്സിനെ എടുത്തിട്ട് പഠിക്കാനൊക്കെ മാറി എന്നുള്ളതാണ് എനിക്കുണ്ടായ മാറ്റം. നിങ്ങൾക്ക് എത്രത്തോളം മാറ്റം ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ ഈ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ താഴെ വരുന്ന, നമ്മളുടെ ജൂനിയർ ആയിട്ട് വരുന്ന ജനറേഷൻസ് ആയിട്ടുള്ളവര് ഒരിക്കലും ഇതിനെപ്പറ്റി ഒന്നും ബോധേഡ് അല്ലാണ്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് യൂണിയൻ ബഡ്ജറ്റ് 2024 നമുക്ക് എന്തൊക്കെയാണ് താല്പര്യപ്പെട്ടത് എന്നുള്ളതും നമുക്ക് എന്തൊക്കെയാണ് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണുക. അതുപോലെ തന്നെ യൂണിയൻ ബഡ്ജറ്റ് 2024 ആദ്യത്തെ ബഡ്ജറ്റ് ആണ് നമ്മൾ ഈ 24 വന്നിട്ടുള്ളത്. സോറി, രണ്ടാമത്തെ, അതായത് പുതിയ 5 വർഷം ഇനി വരാനിരിക്കുന്ന NDA ഗവൺമെന്റ് ഫസ്റ്റ് ബഡ്ജറ്റ് ആണ് വന്നിട്ടുള്ളത്. സോ ഇതിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നും രാജ്യം എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഈ ബഡ്ജറ്റിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരും ഇന്ത്യൻ എക്കോണമിയിൽ ബിസിനസ് ചെയ്യുന്നവരും എന്തുകൊണ്ടും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഇത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളും ഇത് പരമാവധി ഷെയർ ചെയ്യുക. ഈ മേഖലയിൽ പഠിക്കുന്ന പിള്ളേര്, ഫോർ എക്സാമ്പിൾ BCom ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഇതിനെ പറ്റി ഒന്നും വറിയില്ല. ഞാൻ മനസ്സിലാക്കിയതേ, നമ്മളിപ്പോ സ്കൂളിലൊക്കെ ശരിക്ക് ഇങ്ങനെ ബഡ്ജറ്റ് ഡേയിലൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ ബഡ്ജറ്റ് ഡേയിൽ ആ ഒരു ബിഗ് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യണം. എന്നിട്ട് അന്നത്തെ ദിവസം അവിടെ സംഭവിച്ച പറയുന്ന കാര്യങ്ങൾ ആ ഒരു ഈവനിങ് സെഷനിൽ അതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്യാനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലും കോളേജുകളിലൊക്കെ അവയർനെസ് കൊടുക്കാനും ബഡ്ജറ്റ് എത്രത്തോളം നമ്മൾ എക്കണോമിക്ക് പ്രധാനമാണെന്നും BCom, BBA, MBA, MCom ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ളതും അവർക്ക് മനസ്സിലാവും അല്ലെ. എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇങ്ങനത്തെ പ്രാക്ടിക്കൽ സെഷൻസ് ഒന്നും പറയില്ല. ഇതൊക്കെ പ്രാക്ടിക്കൽ അല്ലേ? BCom, MCom ഒക്കെ പഠിക്കുന്ന ആൾക്കാരുടെ പ്രാക്ടിക്കൽ സെഷൻസ് ഇതാണ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ലാബിൽ പോവാം. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രോളിക്സ് ലാബ് അല്ലെങ്കിൽ UTM മെഷീൻസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും നമുക്ക്. കാരണം ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് എനിക്ക് അതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ BCom അല്ലെങ്കിൽ MCom എന്ന് പറയുന്ന ആ ഒരു രംഗത്തേക്ക് വരുമ്പോൾ പ്രാക്ടിക്കൽ സെഷൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കമ്പനികളുടെ അനാലിസിസ് നടത്തുക, അതുമല്ലെങ്കിൽ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിന്റെ അനാലിസിസ് നടത്തുക, ഓരോ ഇപ്പൊ ഇന്ത്യയിലെ തന്നെ മുൻനിര കമ്പനികളുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ എടുത്തിട്ട് അത് പഠിക്കുക. പല കോളേജുകളും ചെയ്യുന്നുണ്ടാവും കേട്ടോ. കാരണം ബിസിനസ് സ്കൂളുകളിൽ അധ്യാപകർ പറയുന്നുണ്ടാവും, പ്രോജക്ട്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊന്നും കൂടി കോമൺ ആയിക്കൊണ്ട് ഈ ഒരു സെലിബ്രേഷൻ ആയിക്കൊണ്ട് യൂണിയൻ ബഡ്ജറ്റിനൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം കോളേജിലൊക്കെ ഒരു ഇന്ററാക്ഷൻസും ഡിബേറ്റ്സ് ഒക്കെ നടത്താൻ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ഇതെല്ലാം. So, without getting into further intro, this is Hisham Kapoor, your financial brother. നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 പോയിന്റ്സ് ആണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ 10 പോയിന്റ്സിൽ നമുക്ക് സോഷ്യലി നമുക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യലി നമ്മളുടെയും അതുപോലെ തന്നെ നമ്മളുടെ കൂട്ടത്തിലുള്ളവരെയും ബാധിക്കുന്ന കുറെ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുമല്ലാതെ പ്രത്യേകമായിട്ട് നമ്മൾ മെഡിസിൻ രംഗത്ത്, നമ്മുടെ സാമൂഹ്യ സുരക്ഷാ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നേടാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് ഫണ്ട് വകയെത്തിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഇവിടെ സംസാരിക്കാം. അപ്പൊ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കഴിഞ്ഞ 2011 സമയത്ത് ഞാൻ BTechന് പോവാണെക്കാട്ടി, 10th കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് 2010 ഞാൻ ഈ പറഞ്ഞ പോലെ കൊമേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തില് അന്ന് വീട്ടിലെ പ്രഷർ, നമ്മൾ ആ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ അറിയാലോ. വീട്ടുകാര് ഒരു അഭിപ്രായം ഉണ്ടാവും, നമുക്ക് സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി പ്രൊഫഷണൽ കോഴ്സസിൽ കൂടി പോയിക്കൂടെ, ഒന്നുകൂടി നല്ല വിദ്യാഭ്യാസം കിട്ടില്ലേ എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം അന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാനിപ്പോ ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി. അപ്പൊ ഹാന എന്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും കുറച്ചൊക്കെ പഠിക്കാനായിട്ട്, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ്, ഇതെല്ലാം ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ബയോളജി എന്തായാലും പഠിക്കാൻ പറ്റില്ല എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ. അപ്പൊ ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എടുത്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തത് അന്ന്. സോ അന്ന് ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് +1 എന്നിട്ട് ഫിസിക്സിൽ തോറ്റു.
പക്ഷെ എങ്ങനെയൊക്കെയോ കരകയറി. അത് കഴിഞ്ഞ് ബിടെക്കിൽ വന്നു. ബിടെക്കിൽ കുറെ സപ്ലി അടിച്ചു, അതിൽ നിന്നും കരകയറി വന്നു. ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് അതേ കൊമേഴ്സ് സബ്ജക്റ്റിലാണ്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിലും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് രംഗത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ രംഗത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. സോ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുകയാണ് ഇപ്പൊ. നമുക്ക് കുറെയൊക്കെ സ്ട്രഗിൾ ചെയ്തെങ്കിൽ കൂടിയിട്ട് നമ്മൾ അതിൽ നിന്നെല്ലാം കയറി വന്ന് വീണ്ടും തിരിച്ച് നമ്മൾ അതേ ആ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു വെച്ചോടത്തേക്ക് തന്നെ തിരിച്ചെത്തി എന്ന് പറയുമ്പോ എന്തോ സംതിങ് ഫണ്ണി അങ്ങനെയൊക്കെ പറയാം. അത്രേ ഉള്ളൂ. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് മാറിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഈവൻ നമ്മളിപ്പോ എഞ്ചിനീയറിംഗ് എടുത്താലും നമ്മളിപ്പോ ഒരു കൊമേഴ്സ് സബ്ജക്ട് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നമ്മൾ ഡോക്ടർ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും നമ്മളൊരു എഞ്ചിനീയർ എന്ത് ബാക്ക്ഗ്രൗണ്ടിലായിക്കോട്ടെ നമുക്ക് ഫൈനാൻസ് അറിയാണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡിസ്കഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും എല്ലാവർക്കും ഗുണം ചെയ്യും. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. എല്ലാവർക്കും വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഒന്നും അറിയാതെ ഒരവസ്ഥ അവർക്ക് ഉണ്ടാവരുത്. അവർക്ക് എത്രത്തോളം നമുക്കൊരു ക്ലാസ്സസും അവർക്കൊരു ഒരു ഗൈഡൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കും ഈ വിഷയങ്ങളിലൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് അധികം വർത്തമാനം സംസാരിച്ചു പോവാതെ നമുക്ക് നമ്മളുടെ ബഡ്ജറ്റിലേക്ക് പോവാം. ബഡ്ജറ്റിൽ ഏറ്റവും ആദ്യത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി നമ്മളൊക്കെ സംസാരിക്കാറുള്ള വിഷയമാണ്. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനെ പറ്റി പറയുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ നിർബന്ധമാണെന്നും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എല്ലാവരും എടുക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ കീഴിലും കേന്ദ്ര ഗവൺമെന്റ് കീഴിലും രണ്ട് ഇൻഷുറൻസ് പദ്ധതികൾ വർക്ക് ആവുന്നുണ്ട് ഇപ്പൊ തന്നെ. അത് നമുക്കറിയാലോ, ആയുഷ്മാൻ ഭാരത് കാർഡ് എന്ന് പറയുന്ന ഒരു ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ഉണ്ട്. അതുപോലെ കേരളത്തിന്റെ ഹൃദയം പദ്ധതി എന്ന് പറഞ്ഞിട്ടുന്ന ഒരു പദ്ധതിയും റൺ ആവുന്നുണ്ട്. സോ ഇതൊക്കെ ആർക്കാണ് കിട്ടുന്നത്? താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക്, അതായത് തീരെ ഫിനാൻഷ്യലി തീരെ സ്റ്റേബിൾ അല്ലാത്ത ബിലോ പോവർട്ടി ലൈൻ ഒക്കെ എന്ന് പറയുന്ന അവസ്ഥയിലുള്ളവർക്ക് ഈ പദ്ധതികൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാരകമായി വലിയ വലിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ക്യാൻസർ പോലത്തെ വലിയ ട്രീറ്റ്മെന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ മേലിൽ വരുന്ന സാമ്പത്തിക ബാധ്യത നമുക്കറിയാം. സോ അതിനെല്ലാം കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എല്ലാവരും പറയുന്നത്. ആ ഒരു ഗണത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ആശാ വർക്കർമാർ, അതുപോലെ തന്നെ നമ്മുടെ നഴ്സറിയിലെ ജീവനക്കാര്, അതുപോലത്തെ ഹെൽപ്പേഴ്സ്, പിന്നെ ഈ പഞ്ചായത്തിലൊക്കെ ഉള്ള താഴെ ലെവലിലുള്ള ജോലിക്കാര്, ഇവർക്ക് എല്ലാവർക്കും ഈ ആയുഷ്മാൻ ഭാരത് കാർഡ് എന്ന് പറയുന്ന കാർഡിന്റെ സർവീസസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി അവർക്ക് ഒരു 50 രൂപ കൊടുത്തുകൊണ്ട് ഒരു 5 ലക്ഷം രൂപയുടെ പ്രീമിയം കിട്ടുന്ന ഒരു അവസ്ഥ വരാൻ പോവാണ്. അത് എന്തുകൊണ്ടും വളരെ അപ്രീസിയേറ്റഡ് ആണ്. കാരണം സാധാരണ ലെവലിലുള്ള ആൾക്കാർക്ക് ആ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് കിട്ടാനും അവർക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പോവാതിരിക്കാനൊക്കെ അത് നല്ല ബെനിഫിറ്റ് ആയി ചെയ്യും. പിന്നെ രണ്ടാമതായിട്ട് സംസാരിക്കാനുള്ളത് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ ഗോൾഡ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് എത്രത്തോളമാണ് കൂട്ടിയിട്ടുള്ളത്? 12.5%. 10% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടായത് 12.5%ലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. സോ അത് എന്തൊക്കെ വന്നാലും നമ്മളിപ്പോ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഞാൻ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു അസറ്റ് കയ്യിൽ വെച്ചിരിക്കുക, അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇക്വിറ്റി കമ്പനികളുടെ ഷെയറോ അതുമല്ലെങ്കിൽ ഞാൻ ഗോൾഡ് മേടിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് അത് കുറച്ച് ഒരു വർഷം കഴിഞ്ഞ ശേഷമുള്ള വിലക്ക് വിൽക്കുകയാണ്. ആ സമയത്ത് എനിക്കൊരു ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയെന്ന് വിചാരിക്കാം. അതുമല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ബിൽഡിംഗ് ഒക്കെ വിറ്റു, ആ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് കിട്ടുന്ന പ്രോഫിറ്റ്, ഇതെല്ലാം 1 ഇയറിന് ശേഷം വിൽക്കുന്ന പ്രോപ്പർട്ടീസ് ആണെന്നുണ്ടെങ്കിൽ അതിലെല്ലാം കിട്ടുന്ന ലാഭത്തെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. സോ ആ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10%-ൽ നിന്ന് 12.5%-ലേക്ക് ഉയർത്തിയിരിക്കും. അതാണ് ഈ നമ്മളെ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ എബോവ് മിഡിൽ ക്ലാസ്സിനൊക്കെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. മിഡിൽ ക്ലാസ്സിനല്ല, അപ്പർ മിഡിൽ ക്ലാസ് അതുപോലെ തന്നെ എബോവ് ആവറേജ് ഒക്കെ വരുന്ന ആൾക്കാർക്കാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. സോ അത് കൂട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ഒന്നുകൂടി പറയാം, അതിനോട് ചേർന്നിട്ട് തന്നെ STT എന്ന് പറയുന്ന ഒരു ടാക്സ് ഉണ്ട്. അതായത്
ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഈ ട്രാൻസാക്ഷൻ ടാക്സിൽ 0.02% കൂട്ടിയിരിക്കുകയാണ്. അതായത് 0.1 ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ 0.02% ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. സോ അത് ഒരു ഗവൺമെന്റിലേക്ക് പോകുന്ന ഫണ്ടിന്റെ ഗണത്തിലേക്ക് ഈ ഫണ്ട് നമ്മളുടെയൊക്കെ പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്നിടത്ത് എമൗണ്ട് കൂടിയിട്ടുണ്ടാവും. സോ അതിലെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഓർഡർ ബൈ ചെയ്യാനായിട്ട് നമ്മളൊരു ബ്രോക്കറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പണ്ടത്തെ ഉണ്ടായിരുന്ന പ്രൈസിനേക്കാൾ ഒരു ബ്രോക്കറേജ് പ്ലസ് അവരുടെ GST നമ്മുടെ ഈ ടാക്സ് എല്ലാം കൂടി GST അടക്കത്തിൽ ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. അതാണ് അതിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ ഏറ്റവും രസകരമായിട്ട് ഇവിടെ ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ FDIs പോലത്തെ ആൾക്കാർക്ക് മാർക്കറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാനുമായിട്ട് ഒരുപാട് ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നിട്ട പോലെയാണ്. അവരെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്ന രീതിയിലാണ് ഇപ്രാവശ്യം നിർമ്മല സീതാരാമൻ ചെയ്തത്. അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിലൊക്കെ സംസാരിച്ചപ്പോ ഇന്ത്യയിലെ റീറ്റെയിലേഴ്സ് ആണ് ഇന്ത്യയിലെ മാർക്കറ്റിനെ നിന്ന് പിടിച്ചു നിർത്തണമെന്നും ഈവൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഇത്രയും ഫണ്ട് ഔട്ട്ഫ്ലോ നടന്നപ്പോൾ ഇന്ത്യൻ റീറ്റെയിലേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിനെ ഇത്രയധികം പ്രോത്സാഹിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ വളരെയധികം ബൂസ്റ്റ് ചെയ്ത ആളാണ് നിർമ്മല സീതാരാമൻ. അവര് തന്നെ ഇപ്പൊ കോർപ്പറേറ്റ് ടാക്സ് ഫോറിൻ കമ്പനികൾക്ക് ഇവിടെ 40% നിന്നും 25% ആയിട്ട് കുറച്ചു കൊടുത്തിരിക്കുക. അത് ഒരു തരത്തിൽ നോക്കിയാൽ ഓക്കെ ഫൈൻ എന്ന് പറയാം. കാരണം ഒരു കമ്പനി പുറത്തുനിന്ന് ഒരു കമ്പനി ഇവിടെ വരുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ജോലി ലഭിക്കുകയും അതുപോലെ തന്നെ അവരുടെ കുറെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്, അവരുടെ കുറെ ചെലവുകൾ, അവരുടെ കുറെ സ്റ്റാഫുകൾ ഇവിടെ വരിക, അതുപോലെ തന്നെ മീറ്റിംഗ്സ് ഇവിടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുക, അത്തരത്തിൽ കുറെ മാറ്റങ്ങൾ ഇന്ത്യയിൽ നടക്കും. അത് ഇല്ല എന്ന് പറയുന്നില്ല. സോ ഇറ്റ്സ് എ നോട്ട് സോ ബാഡ് തിങ് ആക്ച്വലി. അത് നമുക്ക് അങ്ങനെ പറയാം ആ കാര്യത്തിൽ. അതാണ് കോർപ്പറേറ്റ് ടാക്സ് ഫോറിൻ കമ്പനീസിന് 40% നിന്നും 25% ആയിട്ട് കുറച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത്തരത്തില് ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് ഒരു NPS വാത്സല്യ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു NPS, അതായത് നാഷണൽ പെൻഷൻ സ്കീം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നവരും അല്ലാത്തവരും ആയിട്ടുള്ള ഈ ഫിനാൻഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് NPS എന്ന് പറയുന്ന നാഷണൽ പെൻഷൻ സ്കീം. ഇത് കുട്ടികളുടെ പേരിൽ മാതാപിതാക്കൾക്ക് ചെയ്യാനും അത് കഴിഞ്ഞ് കുട്ടികൾക്ക് അവരുടെ ഈ അക്കൗണ്ട് കുട്ടികൾക്ക് മെച്യൂർഡ് ആവുന്ന സമയത്ത് അവർക്ക് അവരുടെ പേരിലേക്ക് ആ ഫണ്ട് എത്താനും ഒക്കെ സഹായിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രോഗ്രാം ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം, ഇതിൽ ആറാമത്തെ കാര്യമായിട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ മെഡിക്കൽ രംഗത്ത്. മെഡിക്കൽ രംഗത്ത് 3 ക്യാൻസർ മെഡിസിൻസിന്, ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്യാൻസർ മെഡിസിൻസിന് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുത്തുകൊണ്ട് എന്താ ചെയ്തിട്ടുള്ളത്, അവർക്ക് അതായത് ക്യാൻസർ മെഡിസിൻസിന്റെ പ്രൈസ് കുറയുമെന്നാണ് അർത്ഥം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അതിനെ കട്ട് ഡൗൺ ചെയ്തുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കുക. അതായത് ഫോർ എക്സാമ്പിൾ 3 മെഡിസിൻസിന് കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ മേടിക്കുന്ന മെഡിസിൻസിന് ഇപ്പോൾ ഒരു 100 rupees ആണ് എന്നുണ്ടെങ്കിൽ ആ ഈ പറഞ്ഞ മെഡിസിൻസിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി ഒരു 10 രൂപ കുറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ 10 രൂപ നമ്മളുടെ വീട്ടിൽ കുറയും, 90 രൂപയായി നമുക്ക് മാറും എന്നുള്ളതാണ് അതിന്റെ കാര്യം. സോ അതൊരു ഗുഡ് തിങ് ആണ്. കാരണം മെഡിക്കൽ രംഗത്ത് ഒരുപാട് വലിയ വലിയ അസുഖങ്ങൾക്ക് വലിയ വലിയ മെഡിസിൻസ് ഒക്കെ ഇന്ത്യയിലല്ല എല്ലാം ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അതെല്ലാം പുറത്ത് കമ്പനികളിലാണ് ഉണ്ടാക്കുന്നത്. US പോലത്തെ അല്ലെങ്കിൽ റഷ്യ പോലത്തെ കമ്പനികളിലൊക്കെ റഷ്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് ബെനിഫിറ്റഡ് ആവും. നമ്മളെ സാധാരണക്കാരന് മേടിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ, അങ്ങനെ വരാതിരിക്കട്ടെ, പക്ഷെ എന്നാലും മേടിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അതിന് നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു എമൗണ്ട് കുറവൊക്കെ വരും. അതാണ് അതിലൊരു കാര്യമുള്ളത്. അതിനടുത്തതാണ് 3 കോടി അഡീഷണൽ ഹൗസസ് ഉണ്ടാക്കുമെന്ന് പറയുന്നത്. ആവാസ് യോജനയുടെ കീഴിൽ 3 കോടി അഡീഷണൽ ഹൗസസ് ഉണ്ടാക്കുന്നത് നോർമലായിട്ട് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ സാധാരണക്കാരന് വീട് ഇല്ലാത്തവർക്കൊക്കെ വീട് ലഭിക്കുന്നതിന് ഭാഗമായിട്ട് 3 കോടി അഡീഷണൽ വീടുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അത് നടന്നു കഴിഞ്ഞാൽ അടിപൊളി പദ്ധതി തന്നെയാണ്. അതുവഴി ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുകയും ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടക്കുകയും രാജ്യത്ത് പുരോഗതി അങ്ങനെ തന്നെയാണ് വരുന്നത്. അതൊന്നും ഇല്ല എന്നല്ല, പുരോഗതി വരുന്നതെല്ലാം ഇത്തരത്തിലാണ്. ആദ്യം നമുക്ക് നമ്മളുടെ വിശപ്പ്, നമ്മളുടെ പാർപ്പിടം, നമ്മുടെ വിദ്യാഭ്യാസം, ഈ 3 മേഖലയിലാണ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോഴും ഇന്ത്യയുടെ അവസ്ഥ. ഓക്കെ, അത് മനസ്സിലായി കാണുമല്ലോ. ഇന്ത്യയുടെ അവസ്ഥ നിൽക്കുന്നത് അവിടെയാണ്. അല്ലാതെ ഇന്ത്യ അതിന് മുകളിലേക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ചെയ്യണ്ട എന്നല്ല, അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതോടൊപ്പം ഈ താഴെ മേഖലയിലേക്കും ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഈ താഴെ മേഖലയിലേക്കും ഫണ്ട് അലോക്കേഷൻ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്, ഈ പറഞ്ഞ 3 മേഖലയിലേക്ക്. അതിൽ തന്നെ ഏറ്റവും വേറൊരു കാര്യമുള്ളത് വിഷ്ണുപാൽ ടെമ്പിൾ എന്ന് പറയുന്നത്, മഹാബോധി ടെമ്പിൾ എന്ന് പറയുന്നതിന് പ്രത്യേകമായിട്ട് അലോക്കേഷൻ കൊടുത്തുകൊണ്ട് അവിടെ ഒരു കൊറിഡോർ ഉണ്ടാക്കി അവിടെ ടൂറിസം പ്ലസ് ബിസിനസ് പ്രോജക്ട്സിനെ ഇംപ്രൂവ് ചെയ്യിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക പാക്കേജ് അവർക്ക് അനുവദിച്ചിട്ടുണ്ട്.
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു 11.11 ലക്ഷം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഈ ബഡ്ജറ്റിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പ്രതീക്ഷിച്ചിട്ടുള്ളത്. 11.11 ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം 3% ഓഫ് GDP ആണത്. അത് വലിയൊരു എമൗണ്ട് ഒന്നല്ല, എന്നാലും നോർമൽ, നോട്ട് ബാഡ് ആക്ച്വലി, അങ്ങനെ പറയാം. ഏറ്റവും ടൂറിസം മേഖലയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രീറ്റ് ഫുഡ് ഹബ്സ് നമ്മൾ ഒരു 5 സിറ്റിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സിറ്റീസിനെ സെലക്ട് ചെയ്യുമെന്ന് പറയുന്ന തരത്തിൽ 10ാമത്തെ കാര്യമായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതാണ്. അതായത് സ്ട്രീറ്റ് ഫുഡിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഗവൺമെന്റ് ഒരു പ്രത്യേക ഫണ്ട് അലോക്കേറ്റ് ചെയ്യുമെന്നുള്ളത്. സോ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് വരും. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് എങ്ങനെയായിരിക്കും, ഇതിനോട് അലോക്കേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിനോട് മാച്ച് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് വരുന്നത്. സോ അതിലൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് അങ്ങനത്തെ ഒരു സ്ട്രീറ്റ് ഫുഡ് അങ്ങനത്തെ ഒക്കെ ഒരു പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും വേണ്ട ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ടൂറിസം മേഖലയിലും എഡ്യൂക്കേഷൻ മേഖലയിലും ആണ് ഞാൻ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ടൂറിസം മേഖലയിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ടൂറിസം മേഖലയിൽ ഒരു ഫണ്ട് അലോക്കേഷൻ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചെടുക്കാം. നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ബഡ്ജറ്റിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്ന് അത് ഏതെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സൊസൈറ്റി അല്ല രൂപീകരിച്ച് ഏതെങ്കിലും ഒരു മേഖല, ഇപ്പോ നമ്മളൊക്കെ ഇടപെടുന്ന മേഖലയാണെങ്കിൽ ഒരു മിനിയിലൊക്കെ ഇരിക്കാൻ അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരു കോർണറാണ്. അതായത് കായലോരം പ്രദേശത്ത് കായലിന്റെ സൈഡിലൂടെ ഒക്കെ ഒരു സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉണ്ടാക്കി അവിടെ ഫിഷ് ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെയധികം ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പേഴ്സണൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പേഴ്സണൽ ലോക്കൽ ലൊക്കേഷനിൽ എങ്ങനെയൊക്കെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നല്ലോ. സോ ഞാൻ ബഡ്ജറ്റിനെ വീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ബഡ്ജറ്റ് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, നമ്മൾ ഉപയോഗപ്പെടുത്തോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 10 പോയിന്റ് ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞത്. സോ ഈ 10 പോയിന്റ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളതും ഇതിന് കൂടുതൽ എലാബറേറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ അറിയിച്ചോളൂ. എന്താണ് ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറെ എക്സ്പീരിയൻസസ് ഉണ്ടാവും. നമ്മള് ആദ്യം ബഡ്ജറ്റിനെ കണ്ടിരുന്നപ്പോൾ ബോറടിച്ച് നിർത്തിപ്പോയ ആൾക്കാരുണ്ടാവും. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും. സോ അവരൊക്കെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പരമാവധി നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് പത്രം എടുത്ത് വായിക്കാനും നമ്മൾ താഴെ വരുന്ന കുട്ടികളെ, നമ്മൾ ഈ BCom MCom ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തണം നിങ്ങളുടെ ഭാഗത്തുനിന്ന്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.